ഹലോ ഗൈസ്, കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഉത്സവ സീസണിൻ്റെ തിരിച്ചു വന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മളുടെ നാട്ടിലെ ഉത്സവമാണ്, വഞ്ചിക്കോവിലിൽ ഉത്സവമാണ്. അത് വഞ്ചിക്കോവിൽ എന്നാണ് പറയുന്നത്, ഇരയിടം ആണ്, പക്ഷേ വഞ്ചിക്കോവിൽ ഉത്സവം എന്നാണ് പറയുന്നത്. ആ ഒരു ഏരിയയിൽ വഞ്ചിക്കോവിൽ എന്ന് പറയും. അപ്പം അവിടുത്തെ ഉത്സവത്തിൻ്റെ കാഴ്ചകളാണ് ഈ കാണുന്നത്. എൻ്റെ പൊന്നോ, കെട്ടുകാഴ്ചയൊക്കെ വരുമെന്ന് പറഞ്ഞിട്ട് എത്ര നേരമായെന്നറിയാമോ? നിന്ന് അവസാനം 8 മണിയായി. ഇത് ഓരോന്നായി വരാൻ തുടങ്ങിയപ്പം 8 മണിയായി. അങ്ങനെ ഒരാന ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഡാൻസ്, കുറേ ലൈറ്റ്സ് സംഭവങ്ങൾ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. ഈ ഡാൻസൊക്കെ എനിക്ക് പാട്ടിട്ടാലേ ആ ഒരു എഫക്റ്റ് നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. പക്ഷെ എന്ത് ചെയ്യാനാണ്, ഈ കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നത് കൊണ്ട് എനിക്ക് പാട്ടിടാൻ പറ്റത്തില്ല. പാട്ട് റിമൂവ് ചെയ്ത് കളയും, പിന്നെ അത് കോപ്പിറൈറ്റ് ആവും. അതുകൊണ്ട് ഞാൻ അതൊന്നും എടുത്തിടുന്നില്ല. അങ്ങനെ കുറേ ഫ്ലോട്ടൊക്കെ വന്ന്, അങ്ങനെ നല്ല രസമായിരുന്നു. ഫ്ലോട്ടൊക്കെ കാണാൻ തന്നെ കണ്ടായതുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കുന്ന ദേവിയുടെ പേരൊന്നും എനിക്കറിയത്തില്ല. അറിയുന്നവർ കമൻറ്റ് ബിലോ. അങ്ങനെ പിന്നെ ഡാൻസ്, കഴിഞ്ഞ പ്രാവശ്യം ഇത്രയും ഡാൻസൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം കുറേ ഡാൻസ് എന്ന് പറഞ്ഞാൽ റിയൽ പെർഫോമൻസ് അല്ല, ഇതുപോലുള്ള ആട്ടങ്ങൾ. ഇതാണല്ലോ ഇപ്പോൾ ട്രെൻഡ്. പിന്നെയും വന്നതാണ്ട്, ഇത് ശിവനാണോ അല്ലേ? എനിക്കറിയത്തില്ല, അറിയാവുന്നവർ കമൻറ്റ് ചെയ്യാം. ഓക്കെ. അപ്പം എനിക്കിതിനെക്കുറിച്ചൊന്നും വലിയ അറിവൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കമൻറ്റ് ബിലോ എന്നൊക്കെ. അപ്പം നല്ല രസമായിരുന്നു കാണാനൊക്കെ. രാത്രി ആയതുകൊണ്ട് ഈ ലൈറ്റ്സൊക്കെ നല്ല എഫക്റ്റിൽ കാണിക്കുമല്ലോ. അപ്പം നല്ല രസമുണ്ടായിരുന്നു. ഭയങ്കര ആൾക്കൂട്ടമായിരുന്നു എൻ്റെ കൂടെ. ഈ വീഡിയോ എടുക്കാൻ പെട്ട പാട്, എൻ്റെ പൊന്നോ, ഭയങ്കര പാടായിരുന്നു. വിചാരിക്കുന്ന കണക്ക് അത്ര ഈസി അല്ല. നമുക്കിത് റിയൽ കണ്ണോളം നമുക്കിത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ. അപ്പം ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എൻജോയ് ചെയ്യുകയും ചെയ്തു. അങ്ങനത്തെ പിന്നെയും ഇതൊക്കെ ഈ ഡാൻസിൻ്റെ സംഭവമാണ്, ഈ ലൈറ്റ്സൊക്കെ. അപ്പം ഓരോ സ്ഥലത്തുനിന്നും ഓരോ അമ്പലത്തിൽ നിന്നും വരുന്നതാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു കുതിരയുണ്ടായിരുന്നു, ഒരു ഒട്ടകം ഉണ്ടായിരുന്നു, പിന്നെ ഇങ്ങനെ കരടിയുടെയൊക്കെ ആക്ട്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന അത്രയും സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അതിനേക്കാൾ അന്നില്ലാതിരുന്ന കുറേ സംഭവങ്ങളുണ്ട്. അപ്പം അങ്ങനെയാണ്. അങ്ങനെ ചെണ്ടമേളമൊക്കെ കുറേ ഉണ്ടായിരുന്നു, നല്ല രസമായിരുന്നു. കുറച്ചേ എടുത്തോളായിരുന്നു. അങ്ങനെ ചെണ്ടമേളം കഴിഞ്ഞ് അതിൻ്റെ പുറകെ പിന്നെയും ഡാൻസ്. ഈ ഡാൻസ് ആയിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. അങ്ങനെ എല്ലാം വന്ന് കഴിഞ്ഞപ്പോൾ തന്നെ മണി 10. പിന്നെ ഇതെല്ലാം വന്ന് അമ്പലത്തിൽ വന്ന് കയറണമല്ലോ. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ഇല്ലാത്തത് കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാം ബാലൻസ് ചെയ്തു. അങ്ങനെ പടക്കത്തിനൊന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു.